മാലാ പാർവതി കൂടെ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. മാം നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ താരസംഘടനയിലെ പൊട്ടിത്തെറി തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. സിനിമാ ലോകത്ത് മാത്രമല്ല, അത് സാധാരണക്കാർക്കിടയിൽ പോലും അത് ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ശരിക്കും അമ്മയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ കൂട്ടരാജിയൊക്കെ അനിവാര്യമാണോ? ഇത് കുറച്ച് ആളുകളിലേക്ക് കേന്ദ്രീകരിച്ച് നടക്കുന്ന എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം? ഞാനൊരു അപേക്ഷ പറയട്ടെ. വളരെ മുതിർന്ന അഭിനേത്രിയും ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന മല്ലിക ചേച്ചി അപ്പുറത്ത് ഫോണിലുണ്ട്. ചേച്ചി അവിടെ നിർത്തിക്കൊണ്ട് ഇങ്ങനത്തെ സംസാരിക്കരുത്. ചേച്ചി ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ടയർഡായിട്ട് ഇന്ന് എത്ര ചാനലായിന്നറിയാവോ? നിങ്ങൾ ചേച്ചിയെ സംസാരിച്ച് തീർത്തിട്ട് എന്നോട് എന്ത് വേണേ ചോദിക്കും. ഞാൻ നിർത്തി മാം പോയി. അപ്പൊ പിന്നെ ഒന്നുമില്ല, അവിടെ നടന്നത് കണക്ക് കാണിക്കാൻ പറ്റില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. കണക്ക് കാണിക്കാൻ പറ്റില്ല, റിപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ട് അത് അംഗീകരിച്ച് അത് ആൾക്കാർ അപ്രൂവ് ചെയ്തില്ല. അതുകൊണ്ട് അവർക്ക് ഇറങ്ങിപ്പോണ്ടി വന്നു. അതാണ് അവിടുത്തെ വിഷയം. കണക്ക് കാണിക്കേണ്ട എന്ന് കണക്ക് കാണിക്കേണ്ടതാണെന്ന് ഭരണസമിതിയിലോട്ട് ഇലക്ഷൻ പോകുമ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി അടങ്ങുന്ന ഭരണസമിതിക്ക് അറിയാവുന്നതാണ്. അവരത് ചെയ്തില്ല, അല്ലെങ്കിൽ അത് കൃത്യമായി ചെയ്തില്ല. അതിന്റെ എന്താ പ്രഷറും കൈയൊഴിഞ്ഞു, ഓഡിറ്ററും കൈയൊഴിഞ്ഞു. അതുകൊണ്ട് ആരും അംഗീകരിച്ചില്ല കണക്ക്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇറങ്ങിപ്പോയിട്ട് വന്നു. അതാണ് സംഭവിച്ചത്. മല്ലിക സുകുമാരൻ തന്നെ പറയുന്നുണ്ട് കണക്ക് അവതരിപ്പിക്കാത്തത് കൊണ്ടല്ല രാജി എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്വേതയെ പുറത്താക്കാൻ ഗൂഢാലോചന നടന്നു. ഇതിന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെയാണ് ഞാൻ രാജിവെക്കുന്നതെന്ന് പറഞ്ഞത്. ആരും ശ്വേതയുടെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല. ഒറ്റ കുഞ്ഞ് ശ്വേതയുടെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല. അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അയ്യോ, അന്യായം പറയല്ലേ. പക്ഷേ ശ്വേത തന്നെയാണ് ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞത്. ഇവർക്കൊന്നും സംസാരിക്കാനൊരു ഇടം പോലും കിട്ടിയില്ല എന്നൊക്കെയാണ് മല്ലിക മാം പറയുന്നത്. അത് മല്ലിക ചേച്ചി ഇന്നലെ എണീറ്റ് സംസാരിച്ചു. ശ്വേത ഇതൊന്നും പറയണ്ട, കണക്ക് കാണിക്കുന്നു ചേച്ചി പറഞ്ഞതാ ഇന്നലെ. ഉണ്ണി മുകുന്ദന്റെ കണക്ക് ശരിയായിരുന്നു, ഉണ്ണി മുകുന്ദന്റെ സമയത്തുള്ള കണക്ക് തെറ്റായിരുന്നെങ്കിൽ അംഗീകരിക്കപ്പെട്ടെങ്കിൽ എന്റേതും അംഗീകരിക്കപ്പെടണം എന്ന് പറഞ്ഞപ്പോ മല്ലിക ചേച്ചി തന്നെയാണ് എഴുന്നേറ്റെന്ന് പറഞ്ഞത്. അങ്ങനെ പറയരുത്, ഉണ്ണി മുകുന്ദന്റെ കാര്യമൊക്കെ വിട്, ശ്വേത കണക്ക് കാണിക്കുക. ഞങ്ങളുടെ കയ്യിലൊന്നും കണക്ക് കിട്ടിയില്ല. അപ്പൊ പുറയിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണോ കണക്ക് തരേണ്ടതെന്ന് മല്ലിക ചേച്ചി ചോദിച്ചു നോക്ക്. ഈ താരസംഘടനയിൽ ഒരു ലേഡീസ് കാർഡ് ഇറക്കിയിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നോ ഇതുവരെ ഉണ്ടായിരുന്ന? അല്ല, ഇത് ലേഡീസ് കാർഡ് ഇറക്കാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ്. നമ്മളെ ഒരു കാര്യം ജോലി ഏൽപ്പിച്ചു വിട്ടാൽ കൃത്യമായിട്ട് അത് ചെയ്യണം. അത് എന്ത് തൊഴിലാണെങ്കിലും സ്ത്രീകളിലാവുമ്പോൾ നമ്മൾക്ക് പിന്നെ എല്ലാ നിലയ്ക്കും നമ്മൾ പ്രൂവ് ചെയ്യണം. ആദ്യമായിട്ട് ലോകത്താദ്യമായിട്ടൊരു താരസംഘടനയിൽ സ്ത്രീ വന്നതാണ്. സ്ത്രീ പ്രാതിനിധ്യം എന്നല്ല, സ്ത്രീ നേതൃത്വം വന്നതാണ് എല്ലാ മെയിൻ പോസ്റ്റുകളിലേക്കും. അപ്പോൾ അവര് പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ എന്തൊരു രസമായിരുന്നേനെ. ഒരു വിഷയത്തിലും നമ്മൾ ആരും ഇടപെട്ടിട്ടില്ല, ഒറ്റ വിഷയത്തിൽ. അവസാനം ഇവരുടെ അകത്തുനിന്നുള്ള പൊട്ടിത്തെറികളാണ്. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. അത് വെറുതെ ഞങ്ങളുടെ ആരുടെയും തലയെ കൊണ്ട് വെക്കേണ്ട. ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. അവസാനം ചാനലുകാർ വന്നപ്പോൾ കുറച്ച് സംസാരിച്ചു പോയി എന്നുള്ള ഭാവമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ എല്ലാ നടക്കുന്ന വിഷയങ്ങളും എന്തുണ്ടെങ്കിലും ഞാൻ പിന്നെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയാൻ വേണ്ടി. അതൊരു ഗൂഢാലോചനയാന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താണ് ഗൂഢാലോചന? നിങ്ങൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ശ്വേതാ മേനോനെയും കുക്കു പരമേശ്വരനെയും കൊണ്ടുവരാനായിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് ഞാൻ കേട്ടല്ലോ. അതെന്താണ്? അപ്പോൾ ഈ ഒരു അമ്മയില് ഒരു പുതിയ നേതൃത്വം വരുമ്പോൾ, അതൊരു പുതിയ പാതയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന നോക്കൂ, ശ്വേതയിൽ കൊണ്ട് സ്ത്രീ എന്ന് പറയുന്ന കാര്യം അവസാനിക്കുന്നില്ല. ഇനിയും സ്ത്രീകളുണ്ട് സംഘടനയിൽ. അടുത്ത വർഷം നമുക്ക് കാണാം സ്ത്രീകൾ വരുമോ കേട്ടോ. ഒരു കാര്യം കൂടെ, ഇതിന് സൂപ്പർ താരങ്ങൾ നേരിട്ട് ഭരണത്തിലേക്ക് വീണ്ടും വരാനുള്ളൊരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഇത് നമുക്കറിയില്ല. ഇപ്പൊ അഡ്വോക്കേറ്റ് കമ്മിറ്റിയിലോട്ട് പോയല്ലോ. അത് പിന്നെ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലാണ്. നിങ്ങൾക്ക് രമേശ് പിഷാരടിയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ശരി, വളരെയധികം നന്ദി ഇപ്പോൾ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.